സർ, UN-ൽ ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ചുട്ട മറുപടിയാണ് ഭാരതം കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ആ ഒരു മറുപടി? മറുപടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രതിനിധി ഇഫ്തീഖർ അഹമ്മദ്, അയാൾ POK, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, നമ്മളങ്ങനെ പറയുള്ളൂ അതിന്. പാകിസ്ഥാൻ നമ്മുടെ കാശ്മീരിൻ്റെ ഒരു ഭാഗം അടക്കി വച്ചിരിക്കുകയാണ്. അവരതിനെ ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞു, വിമോചിക്കപ്പെട്ട സ്വതന്ത്രമാക്കപ്പെട്ട കാശ്മീർ എന്ന് അവരുടെ ഭാഷയിൽ അവരങ്ങനെ പറയും. പക്ഷെ നമ്മൾ POK എന്ന് പറയുള്ളൂ. പാക് അധീന കാശ്മീർ എന്നാണ് നമ്മൾ പറയുന്ന വാക്ക്. അപ്പം അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗം ഇഫ്തീഖർ അഹമ്മദ് നടത്തി. അസീം ഇഫ്തീഖർ അഹമ്മദ് എന്നയാളുടെ പേര്. അപ്പം ആ സമയത്ത് ഭാരതത്തിൻ്റെ പ്രതിനിധി പർവ്വതനേനി ഹാരിസ്, ഈ പ്രതിനിധി ശക്തമായിട്ട് അതിന് മറുപടി പറഞ്ഞു. കാരണം ഭാരതത്തിനെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ജമ്മു കാശ്മീർ. നമ്മളങ്ങനെയാണ് അതിനെ കണക്കാക്കിയിട്ടുള്ളത്. നമ്മുടെ രേഖകളിൽ അങ്ങനെയാണ്, എല്ലാത്തിലും അങ്ങനെയാണ്. എന്ന് മാത്രമല്ല 1947 അന്നത്തെ കാശ്മീർ രാജാവും ഭാരതവും തമ്മിലുണ്ടാക്കിയിരുന്ന ആക്സഷൻ കരാറുണ്ട്, ലേഖന കരാർ. ആ കരാർ പ്രകാരം ജമ്മു കാശ്മീരിൻ്റെ മുഴുവൻ ഭാഗവും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പക്ഷെ അതിന് ശേഷമാണ് ഒരു യുദ്ധം വഴി അവരന്നത്തെ സ്ഥലം പിടിച്ചെടുത്തത്. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ സൈനിക പരാജയം. അതിനുശേഷം പിന്നെ 62 ചൈനീസ് യുദ്ധത്തിൽ. അപ്പം അവർ അത് കൈയടക്കി വച്ചിരിക്കുന്നു. അവിടെ അവർ അസംബ്ലി ഉണ്ട്, അവരുടെ ഗവർണറെ നിശ്ചയിക്കുന്നു, ഭരണം നടത്തുന്നതല്ല. ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ കുറേ ഇപ്പോൾ അവിടുന്ന് അതിനെ പ്രതിഷേധിച്ച് അതിൽ നിന്ന് വിട്ടുപോരാൻ ആഗ്രഹിക്കുന്ന ഒരു സമരം അവിടെ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് നാളിലായിട്ട്. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് നാളുകൾക്ക് അത് വളരെ ശക്തി പ്രാപിച്ചിട്ട് അവർ അതിൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഭാരതത്തിൻ്റെ ഭാഗമായി മതി എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് അത് വരും. അതിൻ്റെ ആ സമയത്ത് ജിയോ പൊളിറ്റിക്സ് എങ്ങനെയെന്ന് നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ ഭാരതം അത് ശക്തമായിട്ട് പറയുന്നു. ഭാരതത്തിൻ്റെ എക്കാലത്തെയും സ്റ്റാൻഡാണ് ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെ ആണെന്നുള്ളത്. അതിനെപ്പറ്റി ഇവിടെയുള്ള ചില ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം വരാറുണ്ട്. ഇപ്പോൾ ഒമർ അബ്ദുള്ളയ്ക്ക് സംശയം വരും, പലർക്കും വരും. ഇവിടെ നിന്ന് മുമ്പൊരു MLA പോയിട്ട് ഫേസ്ബുക്കിൽ കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ടൊക്കെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്ന കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ഈ സ്വന്തം അസ്തിത്വത്തിനെ പറ്റി തന്നെ സംശയമുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വരിക. സ്വന്തം മാതൃത്വത്തിനെ പറ്റിയിട്ട്, പിതൃത്വത്തിനെ പറ്റിയിട്ടൊക്കെ സംശയം വരുന്ന ആൾക്കാർക്കാണ് ഇത് പാകിസ്ഥാൻ്റെ ആണോ ഇന്ത്യ ആണോ ഭാരതത്തിൻ്റെ ആണോ എന്നൊക്കെ സംശയം വരുന്നത്. അല്ലാതെ ഭാരത മാതാവായിട്ട് കണക്കാക്കുന്നവർക്കും 1947 മുതലുള്ള ഭാരതത്തിൻ്റെ ചരിത്രം അംഗീകരിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളവർക്കും ഈ സംശയമൊന്നും വരില്ല. അതാണ് ഇതിലെ പ്രധാന കാര്യം. അതോടൊപ്പം തന്നെ ഈയിടെ മറ്റൊരു സംഭവം ഉണ്ടായത്, അവിടെ ജിൽജിറ്റ്, ബാൾട്ടിസ്ഥാൻ ഈ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ഇലക്ഷൻ നടത്തുന്നുണ്ട്. അവിടുത്തെ ലോക്കൽ അസംബ്ലി ഇലക്ഷൻ ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് ശക്തമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട്. അവിടെ ഇലക്ഷൻ നടത്താൻ പാടില്ല, അത് ഭാരതത്തിൻ്റെ സ്ഥലമാണ്, നിങ്ങൾക്ക് യാതൊരു അധികാരമില്ല അവിടെ നടത്താൻ എന്നുള്ളത്. അത് ഈ 2 ദിവസം കൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റാണ്. ഇന്നലെ മിനിയാന്നുമായിട്ടുണ്ടായ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ എക്കാലത്തെയും സ്റ്റാൻഡ് ജമ്മു കാശ്മീർ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെയുള്ളതാണ്. ഈ അന്താരാഷ്ട്ര വേദികൾ, UN പോലത്തെ അന്താരാഷ്ട്ര വേദികൾ ഇവരിടയ്ക്കിടയ്ക്ക് ഇതിനെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ചർച്ചയാക്കാൻ വേണ്ടിയാണ്. ഇതിനെ ചർച്ചയാക്കുന്ന സമയത്ത് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഇത് വരും, പാകിസ്ഥാൻ ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ളത്. അപ്പോൾ ഭാരതത്തിനോട് താല്പര്യമില്ലാത്ത മാധ്യമങ്ങളാണെങ്കിൽ ഇയാൾ പറഞ്ഞാൽ മാത്രം വരും, ഭാരതം കൊടുത്ത മറുപടി വന്നു എന്ന് വരില്ല, ശരിയായ രീതിയിൽ കൊടുക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രചരണം അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കുറേ നാളുകളായിട്ടുള്ളതാണ്.
അത്തരത്തിലുള്ള കാശ്മീർ ഞങ്ങളുടെ ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന പോലത്തെ ഒരു കാര്യങ്ങൾ. ഇപ്പോൾ പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള ഏറ്റവും വലിയ കണ്ടൻഷ്യസ് ഇഷ്യൂ അത് തന്നെയാണ്. ഏറ്റവും ഒരു ടിക്കിൾസ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന ഈ സംഭവം തന്നെയാണ്. കാരണം അവരുടെയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരാൻ നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യുക, ഇപ്പോൾ ഭീകരപ്രവർത്തകരെ പറഞ്ഞയക്കുക. ഇപ്പോൾ പഹൽഗാം സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അവർ ഒളിച്ചും അതൊക്കെ ആയിട്ട് വരിക, അവരെ സഹായിക്കാൻ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവുക, അവരെ ഒളിച്ച് താമസിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ മിലിറ്ററി എക്സ്പെൻസിൻ്റെ വലിയൊരു ഭാഗം ഈ പ്രശ്നം കൊണ്ട് നമുക്കുണ്ടാവുന്നതാണ്. അവിടെ ആ ഭാഗം നമുക്ക് ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തൊരു കാരണം കൊണ്ടാണോ പാകിസ്ഥാൻ വിഭജനത്തിന് അന്ന് നമ്മുടെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം സമ്മതിച്ചത്, കാരണം ഈ വർഗീയതകളും ഈ പ്രശ്നങ്ങൾ മാറാനാണെന്നാണ് അന്ന് അതിന് കാരണം പറഞ്ഞത്. പക്ഷെ ഇന്ന് വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. എപ്പോഴും യുദ്ധം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ഫ്ലെഡ്ജഡ് വാർ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും 65-ന് ശേഷം, പിന്നെ 71, പിന്നെ 98-ലെ എന്താ പറയുക 98-99 ആദ്യ കാലത്ത് വന്ന ഹിമാലയത്തിൻ്റെ ഭാഗത്ത് നടന്നിട്ടുള്ള കാർഗിൽ വാർ, പിന്നെ ഇപ്പോൾ 2 പ്രാവശ്യമുള്ള നമ്മുടെ സർജിക്കൽ സ്ട്രൈക്സ്. ഇതായിരിക്കാം യുദ്ധം. പക്ഷെ അതല്ലാതെ ദിവസവും എന്ന് പറഞ്ഞ പോലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് ഉണ്ടാകുന്ന സമയത്തും ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭീകരപ്രവർത്തകർ വന്ന സമയത്ത് നമ്മുടെ പട്ടാളക്കാരെയും കൊല്ലുന്നുണ്ട്, നാട്ടുകാരെയും കൊല്ലുന്നുണ്ട്. അപ്പോൾ 47-ൽ ഇവർ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരൊരു തീരുമാനം എടുത്തെങ്കിൽ എന്താ പറയുക, ആ ലോജിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ. ആ ലോജിക്ക് പ്രാക്ടിക്കലായില്ല. ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര വർഷമായിട്ട് 47-ന് ഇത്രയും വർഷമില്ലേ, ഇത്രയും വർഷമായിട്ട് നമ്മളത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു, അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല ആ 47-ലെ വിഭജനത്തിനെന്നുള്ളതാണ്. ലോജിക്കലായിട്ട് അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതോടെ ഈ പ്രശ്നം തീരണമായിരുന്നു. ഒരു പക്ഷേ 2 രാജ്യങ്ങൾ നമ്മൾ സൗഹൃദത്തിൽ പോകണമായിരുന്നു. അതുണ്ടായില്ലല്ലോ. അതേ വർഷം തന്നെ അവർ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി, കാശ്മീരിൽ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള കാശ്മീർ കിട്ടണം. കാശ്മീർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിന്നത്തെ ലക്ഷ്യം പഞ്ചാബായിരിക്കും. പഞ്ചാബിൻ്റെ കുറേ ഭാഗം പാകിസ്ഥാനിലാണ്, പശ്ചിമ ഭാഗം. അപ്പോൾ പൂർവ്വഭാഗം അവർക്ക് കിട്ടണമെന്നായിരിക്കും. പിന്നെ രാജസ്ഥാനായിരിക്കാം. ആഗ്രഹങ്ങൾക്ക് അറുതിയില്ലല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഇങ്ങനെ സീരിയസ് ആയിട്ട് കാശ്മീർ ഇഷ്യൂവിനെ പറ്റി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു സൊല്യൂഷൻ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഇത്ര വലിയ രാജ്യതന്ത്രജ്ഞന്മാർക്കും ലീഡേഴ്സിനൊക്കെ തോന്നാത്തൊരു സൊല്യൂഷൻ ഇയാൾ കണ്ടെത്തുന്ന വെച്ചാൽ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കാശ്മീർ അങ്ങ് വിട്ടുകൊടുക്കാമെന്ന്. കാശ്മീർ വിട്ടുകൊടുക്കാമെന്ന്. അപ്പോൾ സൊല്യൂഷനായല്ലോ. ഹരിശ്രീ അശോകൻ മറ്റേ പഞ്ചാബി ഹൗസിൽ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് മുതലാളിയുടെ ബോട്ട് ചോദിക്കുക, അപ്പോൾ ബോട്ട് തരില്ല എന്ന് പറയും. അപ്പോൾ ഒരു തീരുമാനമായല്ലോ എന്ന് ഹരിശ്രീ അശോകൻ്റെ ഒരു ഡയലോഗുണ്ട്. അതേപോലെ അപ്പോൾ ഒരു തീരുമാനമായല്ലോ ഒന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ശേഷം ഒരു പഞ്ചാബ്, ഞാൻ അയാളോട് ചോദിച്ചു, അപ്പോൾ അതിന് ശേഷം പഞ്ചാബ് ചോദിച്ചു കഴിഞ്ഞാലോ, പഞ്ചാബിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് മലപ്പുറത്തിൻ്റെ അവർ പണ്ട് ആ നിലയ്ക്കുള്ളൊരു ചിന്തയുള്ളൊരു സ്ഥലമാണ്, അത് ചോദിച്ചാലോ? അപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുമോ? അപ്പോൾ അവസാനം പിന്നെ സ്ഥലം ബാക്കിയുണ്ടാവുമോ? മറുപടിയില്ല. ഇതാണ് നമ്മുടെ പല ആൾക്കാർക്കും രാജ്യ താല്പര്യങ്ങളോടുള്ള അവരുടെ സമീപനം. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലരുടെയും പ്രശ്നം അതാണ്. ബേസിക് ഇഷ്യൂ പഠിക്കില്ല, ക്രക്സ് ഓഫ് ദ പോയിൻ്റ് എന്താണെന്ന് പഠിക്കില്ല. ഉപരി സർഫസിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം. ഇതിലിപ്പോൾ ഈ കുപ്പിയൊക്കെ ഇരിക്കുന്നവർ നമുക്ക് കാണാൻ പറ്റും ടേബിളിൻ്റെ പുറത്ത്, അതിൻ്റെ താഴെയും എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞത് ചെയ്യും. അതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം.
നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.